ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും ഒരു വീക്ക് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രെൻഡിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ S&P 500 പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് നാസ്ഡാക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 436.75 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 ഇൻഡെക്സും 43.29 പോയിന്റ് വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. S&P 500 വിക്സ് 17.38 മിനിഞ്ഞാന്നത് 17.20 ആയിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വീണ്ടും സ്ലൈറ്റ് വൊളാറ്റിലിറ്റിനെ തന്നെയാണ് അമേരിക്കയിലെ. ഈ NVIDIA വീണ്ടും പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $4.17 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റ് പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $3.77 ട്രില്യൺ ആണ്. ഇന്നലെ വീണ്ടും റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബ്രോഡ്കോം ഉണ്ട്, പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രോഡ്കോം മറ്റൊരു ചിപ്പ് കമ്പനിയാണ്. അതോടൊപ്പം തന്നെ AMD, മൈക്രോൺ, ഈ കമ്പനികളെല്ലാം തന്നെ ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. ഓവറോൾ ഇന്നലെ ടെക്നോളജി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അമേരിക്കയിൽ ബെറ്റർ തന്നെയാണ്. എന്നിരുന്നാലും ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക റിസർച്ച് പറയുന്നത് ജൂലൈ 3 തൊട്ട് ജൂലൈ 10 വരെ അവർ 175 ഫണ്ട് മാനേജേഴ്സിൻ്റെ ഇടയിൽ നടത്തിയിട്ടുള്ള പോൾ സൂചിപ്പിക്കുന്നത് ലോങ് പൊസിഷനാണ് മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിൽ നിന്നാണ് പറയുന്നത് അമേരിക്കയിൽ. ഈ പൊസിഷൻ ബിൽഡപ്പ്, ലോങ് പൊസിഷൻ ബിൽഡപ്പ് നോക്കുകയാണെങ്കിൽ 3 മന്ത് പീരീഡ് എടുക്കുകയാണെങ്കിൽ 2009 ശേഷമുള്ള ഹയസ്റ്റ് ലോങ് പൊസിഷൻ ബിൽഡപ്പാണ് മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ള റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ പൊതുവെ സ്ട്രാറ്റജികൾ അവിടെ ഫോളോ ചെയ്യുന്ന ഷോർട്ട് $, അതുപോലെ തന്നെ ലോങ് മാഗ്നിഫിസൻറ്റ് 7, ലോങ് ഗോൾഡ്, ലോങ് യൂറോപ്യൻ യൂണിയൻ സ്റ്റോക്കുകൾ. ഇങ്ങനെയാണ് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഫണ്ട് മാനേജേഴ്സിൻ്റെ വ്യൂ പൊതുവെ മാർക്കറ്റിനെ കുറിച്ചുള്ളത്. തീർച്ചയായിട്ടും ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് തന്നെയാണിത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ഇന്നലെ വീക്കായിരുന്നു. ഏഷ്യയിൽ ഇന്നലെ ജാപ്പനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ചൈന മിക്സഡ് ആയിരുന്നു, ഹോങ്കോങ് ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിൽ എല്ലാ മാർക്കറ്റുകളും ഫ്ലാറ്റ് ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല റിക്കവറിയാണ് ലോവർ ലെവലിൽ നിന്ന് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നടത്തിയത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കമോഡിറ്റികൾ ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $3,327 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ കമോഡിറ്റികളും സ്ലൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ. ആ ഒരു ലെവലിൽ തന്നെയാണ് ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ 120.47 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 1555.03 crore വർത്ത് സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ ബയേഴ്സാണ്. ട്രംപ് വീണ്ടും ഡ്രഗ് താരിഫിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓഗസ്റ്റ് 1 മുതൽ ഡ്രഗ് താരിഫ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാറ്റോ കൺട്രീസ് ഇന്ത്യ, ചൈന, ബ്രസീൽ ഈ രാജ്യങ്ങളെ വാൺ ചെയ്തിരിക്കുകയാണ്. റഷ്യ ആയിട്ട് ബന്ധം തുടർന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള താരിഫ് ഇന്ത്യ, ബ്രസീൽ, ചൈന കൺട്രികളുടെ മേലെ ഏർപ്പെടുത്തുന്നതാണ് നാറ്റോ കൺട്രീസ് പറയുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിന് ഉണ്ടാക്കുന്ന ന്യൂസ് ഫ്ലോസ് അല്ല. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ്, അതുപോലെ തന്നെ Q1 റിസൾട്ട് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുടെ Q1 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾ ലോവർ ലെവലിൽ നിന്ന് മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഫോറിൻ റിസർച്ച് ഹൗസസ് മക്വാരി HDFC ബാങ്കിൻ്റെ ടാർജറ്റ് 2400 ഉയർത്തിയിട്ടുണ്ട്. CLSA ഡിക്സന്റെ ടാർജറ്റ് 19,000 ഉയർത്തിയിട്ടുണ്ട്. ബേൺസ്റ്റൈൻ, AB ലൈഫ്, ആദിത്യ ബിർള ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ടാർജറ്റ് 170 ഉയർത്തിയിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി, ICICI ലൊംബാർഡിന്റെ ടാർജറ്റ് മോർഗൻ സ്റ്റാൻലി 1850 ഉയർത്തിയിട്ടുണ്ട്. ICICI ലൊംബാർഡിന്റെ ടാർജറ്റ്. മക്വാരി ICICI ലൊംബാർഡിന്റെ ടാർജറ്റ് 2255 ഉയർത്തിയിട്ടുണ്ട്. സിറ്റി ഗ്രൂപ്പ് ICICI
പ്രൂഡൻഷ്യൽ ലൈഫിൻ്റെ ടാർഗറ്റ് 850 ഉയർത്തിയിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി 625 ഉയർത്തിയിട്ടുള്ളത്. സിറ്റി ഗ്രൂപ്പ് HDFC ലൈഫിൻ്റെ ടാർഗറ്റ് 975 ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ Q1 റിസൾട്ടിന് ശേഷമുള്ള റേറ്റ് അപ്ഗ്രഡേഷൻ ആണ് വന്നിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ മേലെ. CFF ഫ്ലൂയിഡ് കൺട്രോൾ GRSA ആയിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. നേവൽ മറീൻ പോർട്ട്ഫോളിയോ റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ബയോകോൺ അവരുടെ ഡയബറ്റിക് ഡ്രഗ് FDA അപ്രൂവലോട് കൂടിയിട്ട് ഫസ്റ്റ് ഡ്രഗ് കേഴ്സ്റ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ആൻഡ് ഓൺലി ഡ്രഗ് അമേരിക്കയിൽ ലോഞ്ച് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ബയോകോണിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഗോദാവരി ബയോ റിഫൈനറീസ് ചൈനയിൽ നിന്ന് പാറ്റന്റ് കിട്ടിയിട്ടുണ്ട്. 2 ക്യാൻസർ റിലേറ്റഡ് ഡ്രഗുകൾക്കാണ്. ഗോദാവരി ബയോ റിഫൈനറീസ് ഒരു അഗ്രി റിലേറ്റഡ് കമ്പനിയാണ്. അതേസമയം ബയോടെക് ഡിവിഷൻ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്, പ്രത്യേകിച്ച് ക്യാൻസർ റിലേറ്റഡ് ഡ്രഗുകളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ ഈ ന്യൂസ് ഗോദാവരി ബയോ റിഫൈനറിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സൈഡസ് ലൈഫ് സയൻസ് US FDA ലഭിച്ചിട്ടുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗിന് വേണ്ടിയുള്ള FDA ആണ്. പോസിറ്റീവ് ന്യൂസാണ്. ഡെൽറ്റ കോർപ്പ് നമ്മൾ 2023 ഗവൺമെൻറ് GST കൗൺസിലിൽ ഓൺലൈൻ ഗെയിമിംഗ് മേൽ 28% GST ഏർപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ വലിയ രീതിയിലുള്ള ഫൈനൊക്കെ കമ്പനികളുടെ മേൽ ഏർപ്പെടുത്തിയിരുന്നു. സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. അതിൻ്റെ ഫൈനൽ ഹിയറിംഗ് വരാൻ പോവുകയാണ് ജൂലൈ 25. തീർച്ചയായിട്ടും ഈ കമ്പനികൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും മേജർ ബെനിഫിഷ്യറി ആവാൻ പോകുന്ന ഡെൽറ്റ കോർപ്പാണ്. ഒപ്പം റീസ്ട്രക്ചറിങ് കൂടി അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ഡെൽറ്റ കോർപ്പ്. നമ്മുടെ ഐഫോൺ എക്സ്പോർട്ട് ഫിഗർ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് എക്സ്പോർട്സ് ആണ്. ഫസ്റ്റ് ഹാഫിൽ ഈ ധനകാര്യ വർഷം ഫസ്റ്റ് ഹാഫിൽ 53% ഐഫോൺ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലേക്ക് 88% എക്സ്പോർട്ട് ഗ്രോത്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യൻ എക്കണോമി അതുപോലെ തന്നെ EMS സെഗ്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ടെസ്ല ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. 60 ലക്ഷത്തിനും 70 ലക്ഷത്തിനും ഇടയിലാണ് പ്രൈസ്. ഓൺ റോഡ് പ്രൈസ് വരുമ്പോൾ ഈ വീണ്ടും വർദ്ധിക്കാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും ഈ EV വെഹിക്കിൾസ് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിന് ഒരു ത്രെട്ടും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഇതിൻ്റെയൊക്കെ പകുതി പ്രൈസ് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഹയർ ലെവൽ ഉള്ള M&Mൻ്റെയും അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ EVകൾക്ക്. അതുകൊണ്ട് തന്നെ ടെസ്ല ഒരു ത്രെട്ടായിട്ട് ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി GST കൗൺസിൽ ഓഗസ്റ്റിലെ മീറ്റിങ്ങിൽ 2 സ്ലാബായിട്ട് എക്സിസ്റ്റിംഗ് സ്ലാബുകളെ ചുരുക്കുന്നതാണ് പറയുന്നത്. 5% 18% ആയിട്ടുള്ള സ്ലാബുകളിലേക്ക് കൊണ്ടുവരുന്നതാണ് പറയുന്നത്. 12% സ്ലാബ് എടുത്ത് കളഞ്ഞേക്കാം. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇപ്പോൾ 0.5%, 12%, 18%, 28% ഇങ്ങനെയാണ് GST സ്ലാബ് നിൽക്കുന്നത്. 2 സ്ലാബിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് പോളിസികൾക്കും ലൈഫ് ഇൻഷുറൻസ് പോളിസികളും ഉള്ള പ്രീമിയത്തിന്മേൽ ഉള്ള GSTയും എടുത്ത് കളഞ്ഞേക്കുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. പൊതുവേ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ ന്യൂസ് വീണ്ടും പോസിറ്റീവ് തന്നെയാണ്. റിന്യൂവബിൾ എനർജി സെക്ടർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം വലിയ കുതിച്ചുചാട്ടാണ് നമ്മുടെ സോളാർ എനർജി രംഗത്തുണ്ടായിട്ടുള്ളത്. ഹ്യൂജ് കപ്പാസിറ്റി അഡീഷനാണ് സോളാർ രംഗത്തും അതുപോലെ തന്നെ വിൻഡ് പവർ രംഗത്തൊക്കെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ യൂണിറ്റ് പ്രൈസ് പെർ യൂണിറ്റ് സോളാർ പവറിൻ്റെ പ്രൈസ് ₹2.15 ഇത് 2010 ഇത് ₹10.95 ആയിരുന്നു. അപ്പോൾ ഈ പ്രൈസ് റിഡക്ഷൻ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഈ പ്രൈസ് റിഡക്ഷൻ ഇത്രയും താഴെ വന്നത് പ്രോഫിറ്റബിലിറ്റിനെ ബാധിച്ചേക്കാം സോളാർ പവർ പ്രൊഡ്യൂസേഴ്സിൻ്റെ. അതോടൊപ്പം തന്നെ സോളാർ പാനൽ മാനുഫാക്ചറേഴ്സ്, സോളാർ സെൽ മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പ്രൈസ് റിഡക്ഷൻ വരുന്നത് തീർച്ചയായിട്ടും സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസാണ്. അപ്പം നമ്മൾ മുമ്പ് കണ്ട രീതിയിലുള്ള വലിയ പ്രോഫിറ്റ് ഇൻക്രീസ് ഒന്നും അടുത്ത വർഷങ്ങളിൽ കാണാനുള്ള സാധ്യതകൾ കുറവാണ്. മറിച്ച് ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഏറ്റവും ടോപ്പ് സോളാർ റിലേറ്റഡ് വിൻഡ് പവർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒരു മാർക്കറ്റ് മൊണോപ്പൊളിയിലേക്ക് മാറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പൊതുവെ റിന്യൂവബിൾ എനർജി രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് Q1 റിസൾട്ട് വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ UAE അവർ ഒരു സബ്സിഡിയറിയും കൂടി ഫോം ചെയ്തിട്ടുണ്ട്.
നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന IPOs തീർച്ചയായിട്ടും NSE SMEയിലുള്ള IPOs സ്പൺ വെബ് ഇന്നലെ വരെ 45.45 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. മെയിൻ ബോർഡ് IPO ആന്തം ബയോസയൻസ് 570 രൂപയാണ് അപ്പർ പ്രൈസ്, 3.48 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ആന്തം ബയോസയൻസിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 141 രൂപയാണ്. അതോടൊപ്പം തന്നെ സ്പൺ വെബിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇപ്പോൾ 42 രൂപയാണ്, 96 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. അപ്പോൾ ഈ രണ്ട് IPOs ഇന്ന് ക്ലോസ് ചെയ്യാണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സും കാണാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് എമൻഡൻ, ടാറ്റ മോട്ടോർ ഈ സ്റ്റോക്കുകൾ ടെസ്ലയുടെ EV ലോഞ്ചിന് ശേഷം പോസിറ്റീവ്ലി റിയാക്ട് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.